ഹായ്, നമുക്കിന്നൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ആദ്യം ഞാൻ കൊഞ്ച് പൊളിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കൊഞ്ച് പൊളിച്ച് നല്ലപോലെ കഴുകി വിനാഗിരിക്കകത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് വറുക്കാനും വേണ്ടി ആദ്യം ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കൊഞ്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത്, തക്കാളി, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കൊഞ്ച് വറുക്കാനും വേണ്ടി എണ്ണ ഒഴിച്ച് കൊഞ്ച് വറുക്കാനും വേണ്ടി വെച്ചു. അത് കുറേശ്ശെ എടുത്ത് വറുത്തെടുക്കാം. നല്ലപോലെ വറക്കണമെന്നില്ല, അതൊരു പകുതി വേവായാൽ മതി. പിന്നെ നമ്മുടെ ഗ്രേവിക്കകത്ത് കിടന്ന് വേവും. പിന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് നല്ലപോലെ അതൊന്ന് വറുക്കുന്ന രീതിക്ക് നല്ല കളർ മാറണം അതിൻ്റെ, അതുവരെ വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാം. വേണമെങ്കിൽ ചതച്ചായാലും എടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കരിവേപ്പിലയും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അങ്ങ് തീരെ കനം കുറച്ചൊന്നും അല്ല അരിഞ്ഞേക്കുന്നത്, എന്നാൽ ഒത്തിരി കട്ടിയില്ല താനും. അതുപോലെ അതിന് പെട്ടെന്ന് വാടാനും വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് ഇവിടെ അപ്പുറത്തെ സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുക. കുറച്ച് കൊഞ്ച് വറുത്ത് കോരുന്നുണ്ട്. കൊഞ്ച് വറുത്ത് കോരുക. എന്നിട്ട് അടുത്ത കൊഞ്ച് ബാക്കിയിരിക്കുന്ന കൊഞ്ചുകളും നമുക്കിതുപോലെ വറുത്തെടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ സവാളക്കകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തത്. ആ തക്കാളി കൂടെ നല്ലപോലെ വരണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടി രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണം. നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാൻ ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പം ഞാനത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലത്. പിന്നെ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നോക്കുക. അതിന് എത്രയും ഗ്രേവി വേണം, ഒത്തിരി അങ്ങ് ഗ്രേവി പോലെ ആയിപ്പോകരുത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കൊഞ്ചിനകത്ത് വറക്കുന്നതിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. എന്നിട്ട് നമ്മുടെ കൊഞ്ചൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിനകത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഗരം മസാല, ഉപ്പ് ശകലം ഇട്ട് കൊടുത്തു. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല എല്ലാം ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ നല്ലപോലെ ചാറൊക്കെ വറ്റി വരണം കേട്ടോ. കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം വീഡിയോയ്ക്ക്.